ആളെ കാണിക്കുന്നതിന് പകരം നിഴലിനെ കാണിച്ച് പറ്റിക്കാമെന്നാണ് ചില പാർട്ടി പോരാളികളുടെ വിചാരം. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചെന്നിത്തലയും സതീശനും ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നുവെന്ന്. അത് കേസ് കൊടുത്തത് ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന്. പുറമേന്ന് കാണുമ്പോൾ എന്താ തികച്ചും കോൺഗ്രസിനകത്ത് മാത്രമുള്ള കേസാണെന്ന് തോന്നുമെങ്കിലും അതങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചടക്കുകയാണ് സതീശൻ. ഇവിടെ വ്യാജ പരാതിയായിരുന്നു. അത് മാത്രം യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ബലം കൂട്ടാനായിട്ട് 10 രൂപ കൈമടക്ക് കൊടുത്ത് ആരോ ചെയ്യിച്ചതാണ് എന്നുകൂടിയാണ് സതീശൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ കെട്ടിച്ചമച്ച പരാതികൾ കീറിയെറിയുകയാണ് സതീശൻ. കോട്ടയം സ്വദേശിനിയായ ജീന സജി തോമസ് ആണ് പരാതി നൽകിയത്. ഇവർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ജീന പോലീസിൽ പരാതി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് ജീനയുടെ പരാതി. ഇതിന് പിന്നിൽ സതീശനും ചെന്നിത്തലയുമാണെന്നും ഒരു മേമ്പൊടിക്ക് ചേർത്തിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി തകർക്കുവാനാണ് ഇരുവരും ശ്രമിച്ചത്. അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ലൈംഗികാതിക്രമണ ആരോപണങ്ങളും പരാതികളും സൃഷ്ടിച്ചുവെന്നും ജീന പരാതിയിൽ പറയുന്നു. ഇതനുസരിച്ച് യുവതിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. എന്നാൽ യുവതിയുടെ ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ച് ഗൗരവത്തിൽ എടുത്തിട്ടുമില്ല. അന്വേഷണം വഴിതെറ്റിക്കാനാണ് യുവതിയുടെ ശ്രമം എന്നാണ് പോലീസ് കരുതുന്നത്. യുവതിക്കെതിരെ വിസ തട്ടിപ്പ് കേസുകൾ അടക്കമുണ്ടെന്നും പരാതിയും മൊഴികളും ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യുവതിക്കെതിരെ 2 കേസുകളാണ് ഉള്ളത്. ഒന്ന് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാനഡയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിച്ച് പറ്റിച്ചു എന്നതാണ് കേസ്. ഇതിന്റെ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു കേസ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. ബാങ്കിൽ നിന്നും പണം തട്ടിച്ചു എന്നാണ് യുവതിക്കെതിരെയുള്ള കേസ്. യുവതിക്കെതിരെ കേസുകൾ ഉള്ള പശ്ചാത്തലത്തിൽ ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ആധികാരികത ഇല്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതേസമയം ജീനയ്ക്ക് കോൺഗ്രസുമായി ബന്ധമില്ല എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജീനയുടേത് വ്യാജ പരാതിയാണെന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. സതീശൻ ആ വിഷയത്തിൽ പ്രതികരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കാണാം. അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല, നിങ്ങൾക്ക് അറിയാലോ, അതൊന്നും അല്ലെന്ന്. ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങളുണ്ടാവും. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ KPCC പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ്. അല്ലെന്ന് എന്നെ എന്തിനാ ആക്രമിക്കുന്നത്? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. അതിൻ്റെ മീതെ ഇനി ചർച്ചയില്ല. അത് നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മുൻ PCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം AICCയുടെ അനുമതിയോടുകൂടി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. അതിന് കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി ബന്ധപ്പെട്ട ആളുകൾ അതാത് സമയത്ത് നിങ്ങൾ അറിയിക്കും. അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. വ്യാജമാണെന്ന് നിങ്ങൾ തന്നെ പറയല്ലേ. അത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഗൂഢാലോചന നടത്തിയിട്ട് ഈ ഒരു ചെറുപ്പക്കാരന് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു? ഞാൻ വഴിവെട്ടി ചെറുപ്പക്കാരനെ സഹായിച്ചു എന്നായിരുന്നു നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം. അല്ലല്ല നിങ്ങൾ കേക്ക്. ഈ ആരോപണം വന്ന ആദ്യത്തെ ദിവസം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളല്ലേ ഈ ചെറുപ്പക്കാരനെ വഴിവിട്ട് വളർത്തിയെന്നാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചൊരു ചോദ്യം അല്ലേ. ഇപ്പോഴത്തെ ചോദ്യം എന്താ? ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഞാൻ. 2 ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല, നിങ്ങൾക്ക് അറിയാലോ, അതൊന്നും അല്ലെന്ന്. ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങളുണ്ടാവും. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ KPCC പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ്. അതിനെ കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. അതൊക്കെ അതാത് സമയത്ത്, ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ വരുമെന്ന്. എന്തിനും നിങ്ങൾ അസംബ്ലി എന്നാണ്? അസംബ്ലിക്കൊക്കെ ദിവസമില്ലേ? ശബരിമലയിലെ വേറെ വിഷയം കൂടി ഉണ്ടല്ലോ. കോടതി ഇന്നലെ ചോദിച്ചല്ലോ, ശ്രീകോവിലിന്റെ അരികിൽ സ്ഥാപിച്ചിരിക്കുന്ന
അല്ലേ? പാലികയുടെ അതുമേൽ മൂടി പൊതിച്ചിരിക്കുന്ന സ്വർണം ആരും അറിയാതെ, കോടതിയെ പോലും അറിയിക്കാതെ, കോടതിയുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ നടപടികൾ, കോടതിയെ പോലും അറിയിക്കാതെ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു. 40 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്ന സംഭവം 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ചീത്തയായി. എന്തെല്ലാം ദുരൂഹതകളാണ് അവിടെ നടക്കുന്നത്, ശബരിമലയിൽ നടക്കുന്നത്, എന്തെല്ലാം ദുരൂഹതകളാണ് നടക്കുന്നത്. പിന്നെ ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ ഒരാളും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആചാര ലംഘനത്തിനെ പിന്തുണയ്ക്കുന്ന സുപ്രീം കോടതിയിലെ കേരള സർക്കാരിൻ്റെ അഫിഡവിറ്റ്, സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കുമോ? UDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് LDF സർക്കാർ ആചാര ലംഘനത്തിനെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത്. തിരുത്തുമോ? ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്, ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ടുള്ള കേസെടുത്തു, നാമജപ ഘോഷയാത്ര നടത്തിയതിലുൾപ്പെടെ, ഇല്ലേ? ആ കേസുകൾ പിൻവലിക്കുമെന്ന് അസംബ്ലിയിൽ ഉറപ്പ് നൽകിയതാണ്. കേസ് പിൻവലിച്ചിട്ടില്ല, ഒരു കേസും പിൻവലിച്ചിട്ടില്ല, കേസുകൾ പിൻവലിച്ചിട്ടില്ല. 2, ഇപ്പോൾ 10ാം വർഷമായി ഈ ഗവൺമെൻറ്റിൻ്റെ. 10ാമത്തെ വർഷത്തിൻ്റെ ഇലക്ഷൻ്റെ സായാഹ്നത്തിൽ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എങ്ങനെയുണ്ട്? അതിനു മുമ്പ് UDF ഗവൺമെൻറ് 112 ഏക്കർ വനഭൂമി ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ വാങ്ങിച്ചെടുത്തു വികസനത്തിന് വേണ്ടി. അതിന് പകരം വനം വകുപ്പിന് 112 ഏക്കർ സ്ഥലം ഇടുക്കി ജില്ലയിൽ കൊടുത്തു. എന്നിട്ട് അവിടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് തുടങ്ങി. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ശബരിമലയിൽ ഒരുവിധ വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല. 9 കൊല്ലം കഴിഞ്ഞു. എന്നിട്ട് 10ാമത്തെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനും വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ആരെ കളിപ്പിക്കാനാണ്? അയ്യപ്പന്മാരെ കളിപ്പിക്കാനാണ്, അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനാണ്. 10ാമത്തെ കൊല്ലം ഇലക്ഷന് തൊട്ട് മുമ്പ് തത്വമസിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകണം എങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ പയ്യന്നൂരെ ജ്യോതിഷം വല്ലതും പറഞ്ഞിട്ടാണോ എന്നുകൂടി നമുക്കൊന്ന് അന്വേഷിക്കണം. ഒന്നും പറയുന്നില്ലല്ലോ, അവരൊന്നും പറയുന്നില്ല. പണം എവിടെ നിന്നാണ് പിരിക്കുന്നത്? സർക്കാരിന്റെ പണമല്ലെന്ന് പറയുന്നു. പണം എവിടെ നിന്നാണ് പിരിക്കുന്നത്? ഇപ്പം നവകേരള സദസ്സിന്റെ കണക്ക് ഇതുവരെ വെച്ചിട്ടില്ല. നവകേരള സദസ്സിന്റെ ഇതിപ്പോൾ ഇവിടെ അർബൻ കോൺക്ലേവ് നടക്കാൻ പോവാണ്. അർബൻ കോൺക്ലേവിന് 10 ലക്ഷം രൂപ വെച്ചിട്ടാണ് മറ്റേ മുനിസിപ്പാലിറ്റികളിൽ നിന്ന്, കോർപ്പറേഷനുകളിൽ നിന്നൊക്കെ പൈസ മേടിക്കുന്നത്. കേരളത്തിൽ എത്ര കോടി രൂപ വേണം അത് നടക്കാൻ വേണ്ടിയിട്ട്? എല്ലാത്തിനും പണപ്പിരിവാണ്, എല്ലാത്തിനും പണപ്പിരിവ്. വികസന സദസ്സിന് പണപ്പിരിവ്, നവകേരള സദസ്സിന്റെ പിരിച്ചേറ്റ പണം ഇതുവരെ കണക്ക് കാണിച്ചിട്ടില്ല. ഇതുവരെ അയ്യപ്പ സംഗമത്തിന്റെ വേറെ പിരിവ്, ഒരു പിരിവ് സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്.